മതിലകം കൂളിമുട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായൊരു ആശയവുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോബ്രിക്ക് നിർമ്മിച്ച അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോബ്രിക്ക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഓരോ ഇക്കോബ്രിക്കിലും ശേഖരിക്കുന്നു. 2000 ഇക്കോബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസരത്ത് നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത്. സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടുകളിൽ നിന്നും സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. ഇക്കോബ്രിക്ക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വെക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചു. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുകയാണിപ്പോൾ. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനൊപ്പം പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ലിഷോയേട്ട, ഇന്നുകൂടി ഒരു കുപ്പി വെള്ളം വാങ്ങി ഈ കുപ്പി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ശങ്കിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മിടുക്കന്മാരും മിടുക്കികളും എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കാണിച്ചു തരുന്നത്. ആ കുട്ടികൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലേ? തീർച്ചയായും. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ നാടിനൊരു വിപത്ത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അതെങ്ങനെ അത് ഫലപ്രദമായി പുനരുപയോഗം ചെയ്യാം, അത് നശിപ്പിക്കാം എന്നിങ്ങനെയുള്ള പല ഈ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ മാലിന്യം എപ്പോഴും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ കുഞ്ഞുമക്കൾ അതിനൊരു പരിഹാരം, ഒരു ചെറിയ രീതിക്കെങ്കിലും പരിഹാരം തങ്ങളുടെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ അതിനെ മറ്റൊരു മാർഗത്തിലേക്ക് മാറ്റാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിച്ചു നൽകുന്നത്. അക്വാപോണിക്സിലൂടെ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. അതിനോടൊപ്പം തന്നെ പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റ് ഫലവർഗ്ഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതും എല്ലാവർക്കും ഗുണകരമാകും. അതെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും പകർന്നു നൽകുന്നത്.